പഠിക്കുന്ന കുട്ടികൾക്ക് സാധാരണ പലയിടത്തും നമ്മൾ കേൾക്കുന്നുണ്ട്, കുട്ടികൾ 6:30 പോയാൽ 7 മണിക്ക് പോകും, 7:30 പോകും, 7:45 പോകും, പഠിക്കാൻ സമയം കിട്ടുന്നില്ല എന്ന് പല മദ്രസകളിൽ നിന്നും നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ, നമ്മുടെ മദ്രസയിൽ സ്കൂളുകളുള്ള ദിവസം 1.25 മണിക്കൂർ കൃത്യമായി നമുക്ക് പഠിപ്പിക്കാൻ കഴിയുന്നുണ്ട്. സ്കൂൾ ഇല്ലാത്ത ദിവസം നമുക്ക് 6:30, 7:30, 8:30, 9, 2.5 മണിക്കൂർ പഠിപ്പിക്കാൻ കഴിയുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. അതിൽ നിന്ന് 6:30 വരുന്ന കുട്ടികൾ 7 മണിക്കോ 7:30കോ ആരും പോകുന്നില്ല. എല്ലാവരും അവിടെ ഇരുന്ന് പഠിക്കുകയാണ്. അതിനുശേഷം മാത്രമാണ് എല്ലാവരും സ്കൂളിലേക്ക് പോകുന്നത്. ഈ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് നമ്മുടെ മദ്രസയുടെ കമ്മിറ്റി ഭാരവാഹികൾക്കും നമ്മുടെ രക്ഷിതാക്കൾക്കും ഉസ്താദുമാർക്കും സാധിച്ചിട്ടുണ്ട് എന്ന് വളരെ സന്തോഷപൂർവ്വം ഞാൻ അറിയിക്കുകയാണ്. ഇതിങ്ങനെ പറയുന്നത് എന്താണ്, എല്ലാ മദ്രസയിലും ഈ റബീഉൽ അവ്വലിൽ കേട്ട ഒരു ശബ്ദമാണ്, കുട്ടികൾക്ക് സമയം കിട്ടുന്നില്ല, നിങ്ങൾ ശ്രദ്ധിക്കണം, കുറച്ചെങ്കിലും സമയം കൊടുക്കണം. എന്നാൽ ഇവിടെ അത് പറയേണ്ട ഒരാവശ്യം ഇല്ലാത്ത രൂപത്തിൽ രക്ഷിതാക്കൾ സഹകരിച്ചിട്ടുണ്ട്. അള്ളാഹു എല്ലാ രക്ഷിതാക്കൾക്കും ഈ മദ്രസ നടത്തിപ്പോരുന്നവർക്കും അതിനെ സഹായിക്കുന്നവർക്കും വലിയ പ്രതിഫലം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. എത്രത്തോളം എന്നറിയോ, നമ്മള് ചിലപ്പോ ചില സലാത്തുകളൊക്കെ നടക്കുമ്പോ ഞാനിങ്ങനെ പറയും, നിങ്ങൾ ഇനി അടുത്ത വർഷം കുട്ടികളെ ചേർക്കുന്ന സമയത്ത് കുട്ടിക്ക് 8:15 മദ്രസ വിട്ടാല് ആ സമയം കഴിഞ്ഞ് വീട്ടിൽ പോയി ഒന്ന് സ്കൂളിലേക്ക് ഒരുങ്ങാനുള്ള സമയം കഴിഞ്ഞാൽ പിന്നെ ഏതൊക്കെ സ്കൂളിന്റെ വാഹനങ്ങൾ വരുന്നുണ്ടോ ആ സ്കൂളുകൾ എന്നാലും ഉണ്ടാവും, ഒരു 3-4 സ്കൂളുകൾ. അതിലേക്ക് കുട്ടികളെ പറഞ്ഞേക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് കുട്ടികൾക്ക് മതപഠനം പൂർണ്ണമായും കിട്ടും. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞപ്പോ ചിലർക്ക് തോന്നിയിട്ടുണ്ടാവും, മൂല്യരെ ഇതന്നെയല്ല നിങ്ങൾ കഴിഞ്ഞ സലാത്തിലും പറഞ്ഞത്, ഇതന്നെയല്ല നിങ്ങൾ കഴിഞ്ഞ റബീഉൽ അവ്വലിലും പറഞ്ഞത്. ആ തോന്നിയവർക്കൊക്കെ ഉള്ള മറുപടിയാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഈ ആവർത്തനം ഇരട്ട ഗുണത്തിന് എന്ന് കേട്ടിട്ടില്ലേ? അഥവാ ചില സംഗതികൾ എന്തായാലും നമ്മളൊക്കെ കൽബിന്റെ ഉള്ളില് ഒരു തരി ഈമാൻ ഉള്ളതുകൊണ്ടാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. ഒരു തരി ഈമാൻ ഉള്ളതുകൊണ്ടാണല്ലോ ഈ മദ്രസ ഇത്രയും ഉഷാറായി പെട്ടെന്ന് നമ്മൾ കയറ്റിയത്. അതുകൊണ്ട് ചിലർക്ക് 1 വട്ടം പറഞ്ഞാൽ കയറും, ചിലർക്ക് 2 വട്ടം പറഞ്ഞാലേ അത് മനസ്സിലാവുള്ളൂ, ചിലർക്ക് 3 വട്ടം പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ പല സ്വലാത്തിലും ഞാൻ ആവർത്തിച്ച് പറഞ്ഞിരുന്നു, നിങ്ങൾ ഇനി അടുത്ത വർഷം കുട്ടികളെ ചേർക്കുന്നതിന് മുമ്പ് 2 മാസം മുമ്പ് ഞാൻ ഓർമ്മപ്പെടുത്താറുണ്ട്. എന്ത്, നിങ്ങൾ കുട്ടികളെ മെയ് ജൂൺ വരികയാണ്, അതുകൊണ്ട് ചേർക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. ഏതെങ്കിലും സ്കൂളിലെ ആദ്യം കൊണ്ടുപോയാണ് ചേർക്കും. അപ്പൊ ആ സ്കൂളുകാർ പറയും 7:30 മണിക്ക് വാഹനം വരും, 8 മണിക്ക് വാഹനം വരും. എന്നാ പിന്നെ അതിനനുസരിച്ച് മദ്രസ ക്രമീകരിക്കുന്ന ഒരു രീതി ഞാനിവിടെ വന്നപ്പോൾ കണ്ടിരുന്നു. അതല്ല, അതിൽ നിന്ന് രക്ഷിതാക്കൾ മാറി എന്ന് മാത്രമല്ല, കുറച്ച് കുട്ടികൾ 8 മണിക്ക് പോകുന്നവരുണ്ടായിരുന്നു. 1.25 മണിക്കൂർ കുട്ടികൾക്ക് 8:15 വിടുമ്പോ കിട്ടുന്നുണ്ട്. എന്നാൽ 8 മണിക്ക് പോകുന്ന കുട്ടികൾ ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ്. അവരെന്ത് ചെയ്തു? അവർ സ്വന്തമായി വാഹനമിട്ട് ഈ വർഷം അവർ സഹകരിച്ചു. സ്വന്തമായി വാഹനമിട്ടു. അവർ സ്കൂൾ വണ്ടിക്ക് കൊടുക്കുന്ന ഫീസ് എത്രയാണോ അത് തന്നെയാണ് ഇതിനും കൊടുക്കുന്നത്, വ്യത്യാസമൊന്നുമില്ല. സ്വന്തമായി വാഹനം ഏൽപ്പിച്ചപ്പോൾ അവർക്കും പരിപൂർണമായി മദ്രസയിൽ ഇരിക്കാൻ കഴിഞ്ഞു, അവർക്ക് സ്കൂളിലേക്ക് പോകാൻ കഴിഞ്ഞു, ഒന്നും തടസ്സപ്പെട്ടിട്ടില്ല. ഈ വർഷം ഒരു കുട്ടിയെ ചേർക്കാൻ കൊണ്ടുപോയി. ചേർക്കുന്ന സമയത്ത് അവർ പറഞ്ഞതായിരുന്നു, ഞങ്ങൾക്ക് മദ്രസ സമയം 8 മണി വരെയെങ്കിലും കിട്ടിയിട്ട് വാഹനം വന്നാലേ ചേർക്കാൻ കഴിയുള്ളൂ, അത് കുഴപ്പമില്ല, അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കുട്ടിയെ ചേർക്കാൻ വേണ്ടി പോയി ഫീസ് അടക്കുന്ന സമയത്ത് അവർ പറഞ്ഞു 7:30 മണിക്ക് വാഹനം വരും. ഇതൊക്കെ മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളാണ്. 7:30 മണിക്ക് വാഹനം വരും എന്ന് പറഞ്ഞപ്പോൾ ധാർമ്മിക ബോധമുള്ള ആ സഹോദരി, മനോക്കൊക്കെ അറിയാ കുട്ടി ആരാണ്, ആ സഹോദരി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കുട്ടീനെ ചേർക്കണ്ട, കുട്ടിക്ക് മദ്രസ കിട്ടിയിട്ടുള്ള സ്കൂള് മതി, ഇങ്ങനെ ആയിരിക്കണം എല്ലാ രക്ഷിതാക്കളും. 7:30 മണിക്ക് വാഹനം വരുന്നു, പൈസ അടക്കാൻ ചെന്നു, എന്നാ പിന്നെ കുട്ടീനെ ചേർക്കാന്ന് പറഞ്ഞപ്പോ എന്തായി, എന്നാ പിന്നെ കുഴപ്പമില്ല, നിങ്ങൾ കുട്ടിക്ക് അനുസരിച്ച് വാഹനം വന്നോളൂ. നമ്മളൊരു നിലപാട് എടുത്തെങ്കിലല്ലേ അവർ മാറുള്ളൂ. നമ്മൾ അവരെടുത്ത നിലപാടിനനുസരിച്ച് നിന്നു കൊടുത്താൽ അവരൊരിക്കലും മാറാൻ പോകുന്നില്ല. അവരാവശ്യം എന്താണ്? അവരാവശ്യം ഒരു വാഹനം കൊണ്ട് 4 ട്രിപ്പ് എടുക്കലാണ്. ഒരു വാഹനം കൊണ്ട് 4 ട്രിപ്പ് എടുക്കലാണ്.
അതിന് നമ്മൾ നിന്ന് കൊടുക്കല്ല. നമുക്ക് നമ്മുടെ കുട്ടിയുടെ മതപരമായ പഠനം ഏറ്റവും പ്രധാനമാണ്. അത് റബ്ബ് ചോദ്യം ചെയ്യുന്ന വിഷയമാണ്. അത് റബ്ബ് ചോദിക്കാതെ ആരെയും വിടൂല.